നമസ്കാരം. അമ്പലമുക്കിൽ അലങ്കാരച്ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരി വിനീതയെ കൊന്ന കേസിലെ പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ കേരളത്തിൽ തൂക്കുകയർ കാത്തുകിടക്കുന്ന ഏറ്റവും വിദ്യാഭ്യാസ യോഗ്യതയുള്ള കുറ്റവാളിയായി രാജേന്ദ്രൻ മാറും. വിനീതയെ കൊല്ലും മുൻപ് തമിഴ്നാട്ടിൽ കുടുംബത്തിലെ 3 പേരെയും കൊലപ്പെടുത്തിയ ചരിത്രം ഇയാൾക്കുണ്ട്. ഇതുകൂടി പരിഗണിച്ചാണ് തമിഴ്നാട് തോവാള വെളമണം രാജീവ് നഗറിൽ രാജേന്ദ്രന് വധശിക്ഷ നൽകുന്നത്. അധ്യാപകനായും നെല്ലുണക്കുന്ന തൊഴിലാളിയായും ഹോട്ടൽ സപ്ലയറായും ജോലി ചെയ്ത ചരിത്രമാണ് ഇയാളുടേത്. ഓൺലൈൻ ട്രേഡിംഗിൽ പണം നിക്ഷേപിക്കുന്നതിനായിരുന്നു കൊലപാതക പരമ്പര. ഇടത്തരം കുടുംബത്തിൽ ജനിച്ച രാജേന്ദ്രനെ മീരിൽ എന്നാണ് വീട്ടുകാർ വിളിച്ചിരുന്നത്. വിനീതയെ കൊന്ന് വാള തട്ടാൻ ശ്രമിച്ചതും ഓൺലൈൻ ട്രേഡിംഗിന് പണം കണ്ടെത്താനായിരുന്നു. അമ്പലമുക്കിലെ അലങ്കാരച്ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരി നെടുമങ്ങാട് കരിപ്പൂർ ചരുവള്ളിക്കോണം സ്വദേശിനി വിനീതയെ കൊലപ്പെടുത്തിയ കേസ് ഏറെ ഞെട്ടലായി മാറിയ സംഭവമാണ്. 70 വയസ്സുള്ള അമ്മയെ പരിചരിക്കണമെന്നും പഠിച്ച് അഭിഭാഷകനായി പാവങ്ങൾക്ക് നിയമസഹായം നൽകണമെന്നും പ്രതി രാജേന്ദ്രൻ കോടതിയെ അറിയിച്ചപ്പോൾ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും അല്ലെങ്കിൽ ഇനിയും കൊലപാതകം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു. പശ്ചാത്താപമുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഒരു തെറ്റും ചെയ്യാത്തതുകൊണ്ട് പശ്ചാത്താപമില്ലെന്നും ഇവിടെയല്ലെങ്കിൽ ഉയർന്ന കോടതിയിൽ നിന്നും നിരപരാധിയാണെന്ന് തെളിയുമെന്നും വാദിച്ചു. ഇതും ഒരു കുറ്റവാളിയും വിചാരണ കോടതിയിൽ എടുക്കാത്ത നിലപാടായിരുന്നു. തഞ്ചാവൂർ തമിഴ് സർവകലാശാലയിൽ നിന്ന് വിദൂര വിദ്യാഭ്യാസം വഴി ബിഎഡും ചരിത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും MAയും നേടിയിട്ടുണ്ട്. ഈ കുറ്റവാളി കുറച്ചുകാലം ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി പ്രവർത്തിച്ചു. പിന്നീട് MBAയും സോഫ്റ്റ്വെയർ ഡിപ്ലോമയും നേടി. കുട്ടിക്കാലത്ത് ഗ്രാമത്തിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയായാണ് രാജേന്ദ്രൻ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് കൊടും ക്രിമിനലായി മാറുകയും ചെയ്തു. വിനീതയുടെ കഴുത്തിലുണ്ടായിരുന്ന 4.5 പവൻ സ്വർണ്ണമാല കവരാനായിരുന്നു ക്രൂര കൊലപാതകം. ഓൺലൈൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിച്ചിരുന്ന രാജേന്ദ്രൻ പണത്തിന് ആവശ്യം വരുമ്പോഴാണ് കൊലപാതകങ്ങൾ ചെയ്തിരുന്നത്. സമാന രീതിയിൽ തമിഴ്നാട് വെള്ളമണ്ഡം സ്വദേശിയും കസ്റ്റംസ് ഓഫീസറുമായ സുബയ്യൻ, ഭാര്യ വാസന്തി, ഇവരുടെ 13-കാരിയായ വളർത്തുമകൾ അഭിശ്രീ എന്നിവരെ കൊലപ്പെടുത്തി സ്വർണവും പണവും കവർന്നിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി ഹോട്ടൽ തൊഴിലാളിയായി പേരൂർക്കടയിലെത്തിയ രാജേന്ദ്രനാണ് സമീപത്തെ കടയിലെ ജീവനക്കാരി വിനീതയെ കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ പ്രതിയുടെ വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും കണക്കിലെടുക്കാതെ കടുത്ത ശിക്ഷയിലേക്ക് കോടതി കടക്കുകയും ചെയ്തു. 2022 ഫെബ്രുവരി 6 രാവിലെ 11:50 ചെടി വാങ്ങാൻ എന്ന വ്യാജേനയെത്തി പ്രതി കൊലപാതകം നടത്തിയത്. കൊലപ്പെടുന്നതിന് 9 മാസം മുൻപാണ് വിനീത ഇവിടെ ജോലിക്കെത്തിയത്. ഹൃദ്രോഗബാധിതനായ ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് 2 മക്കളെ വളർത്തി വലുതാക്കുന്നതിന് വേണ്ടിയാണ് അലങ്കാരച്ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരിയായത്. പ്രതി എത്തുന്നതും സംഭവ സ്ഥലത്ത് നിന്ന് മടങ്ങിപ്പോകുന്നതുമായ CCTV ദൃശ്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. പ്രതിയുടെ കൊലപാതകത്തിലെ പങ്ക് അങ്ങനെ വ്യക്തമാക്കി. ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളാണ് നിർണായകമായത്. പ്രോസിക്യൂഷൻ 118 സാക്ഷികളിൽ 96 പേരെ സാക്ഷികളായി വിസ്തരിച്ചു. പ്രതിയുടെ സഞ്ചാരപഥം വ്യക്തമാക്കുന്നതിന് CCTV ദൃശ്യങ്ങളടങ്ങിയ 12 പെൻഡ്രൈവ്, 7 DVD എന്നിവയും 222 രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. ഇതെല്ലാം കേസ് തെളിയുന്നതിൽ നിർണായകമായി.